2026 ഏറ്റവും വലിയ ലോഞ്ചുകളിൽ ഒന്നാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഡസ്റ്റർ ഈസ് ബൈക്ക്. അതെ, ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന മിഡ് സൈസ് SUV സെഗ്മെന്റ്, കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ക്രെറ്റ, സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ മത്സരിക്കുന്ന ആ ഒരു സെഗ്മെന്റിന് തുടക്കം കുറിച്ചൊരു വാഹനമാണ് ഡസ്റ്റർ. എന്നാൽ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഡസ്റ്റർ തിരിച്ചു വന്നിരിക്കുകയാണ്. തിരിച്ചുവരവിൽ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ, വലിയ പ്രോമിസുകൾ, വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. ഡിസൈനുകൾ മാറിയിട്ടുണ്ട്, പുതിയ എഞ്ചിൻസ് വരുന്നുണ്ട്, ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ നിരവധി സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സെഗ്മെന്റ് ക്രിയേറ്റ് ചെയ്തൊരു വാഹനമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ ഒരു സെഗ്മെന്റ് ഭരിക്കാൻ പോകുന്ന ഒരു വാഹനവുമായിട്ടാണ് റെനോ ഡസ്റ്ററിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ടർബോ ഡ്രൈവ്. ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ കംപ്ലീറ്റ്ലി വലിയൊരു ഗ്രില്ല് ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ഡസ്റ്റർ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. ഡസ്റ്റർ എന്നുള്ളൊരു ബ്രാൻഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്, റെനോയുടെ ലോഗോ അല്ല കൊടുത്തിരിക്കുന്നത്. സോ റെനോ ഫോക്കസ് ചെയ്യുന്നത് ഇതിനെ ഒരു ബ്രാൻഡായിട്ട് തന്നെ, ഡസ്റ്റർ എന്ന ബ്രാൻഡിനെ റീബോൺ ചെയ്യാനുള്ള നീക്കം കൂടിയാണ്. സോ കംപ്ലീറ്റ്ലി LED ഹെഡ്ലാമ്പ് യൂണിറ്റ്സ് വരുന്നുണ്ട്. നമുക്കൊരു DRL കം ഇൻഡിക്കേറ്ററാണ് വരുന്നത്. താഴേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു എയർ ഇൻടേക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫോഗ് ലാമ്പ് യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സും ഫ്രണ്ടിൽ പാർക്കിംഗ് ക്യാമറയും വരുന്നുണ്ട്. എയ്ഡാസിൻ്റെ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫ്രണ്ട് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഡസ്റ്ററിൻ്റെ റിയർ ഇന്ത്യയിലെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് കണക്റ്റഡ് ആയിട്ടുള്ള LED ടെയിലാം യൂണിറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു C ഷേപ്പിലുള്ള ഒരു ടെയിലാം യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട്, പാർക്കിംഗ് സെൻസേഴ്സും വരുന്നുണ്ട്. എഗെയിൻ ഡസ്റ്റർ എന്നുള്ളൊരു ബാഡ്ജിംഗ് ആണ്, ഫ്രണ്ടിൽ കണ്ട പോലുള്ള ഒരു വലിയ ബാഡ്ജിങ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് ടർബോ, നോൺ ടർബോ, ഹൈബ്രിഡിലും ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട്, ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പും ഡിഫോഗ് ലൈൻസ് ഒക്കെ വരുന്നുണ്ട്. ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. പാർക്കിംഗ് സെൻസേഴ്സ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് റെനോ ക്ലെയിം ചെയ്യുന്നത് 700 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ്. അതായത് സെഗ്മെന്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമായിട്ടാണ് ഡസ്റ്ററിനെ റെനോ പ്ലേസ് ചെയ്യുന്നത്. ആൻഡ് കൂടാതെ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ബൂട്ട് ഡോർ കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ റെനോ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് റെനോ ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് വളരെ ചുരുക്കം ചില വാഹനങ്ങളിൽ മാത്രമേ ഈ ഒരു സെഗ്മെന്റിൽ കൊടുക്കുന്നുള്ളൂ. ആൻഡ് അതുകൂടാതെ തന്നെ ഏറ്റവും വലിപ്പമേറിയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസുമാണ് ഈ ഒരു വാഹനത്തിൽ റെനോ ഓഫർ ചെയ്യുന്നത്. 210 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്ക് 18 ഇഞ്ച് വലിപ്പമുള്ള അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. ആൻഡ് ഡസ്റ്ററിന്റെ പഴയ DNAയും ക്യാരക്ടറും ഈ ഒരു വാഹനത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് റെനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് നമുക്ക് ഇവിടെയും ഡസ്റ്റർ ഐക്കോണിക്കിന് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വീൽ ആർച്ചുകൾ കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കൊരു നിയോൺ എലമെന്റിന്റെ ഒരു ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട്. ആൻഡ് സെക്കൻഡ് റോയിലെ ഡോർ ഹാൻഡിൽ നമുക്ക് ഈ ഒരു ഡോറിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രോപ്പറായിട്ടുള്ള റൂഫ് റെയിൽ വരുന്നുണ്ട്. ഈവൻ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയും ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട്. സോ ഏറ്റവും പുതിയ ഡസ്റ്ററിന്റെ ഇന്റീരിയറിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള അഴിച്ചുപണികളാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. മുഖം നന്നായി മിനുക്കി തന്നെയാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഒരു കംപ്ലീറ്റ്ലി പുതിയൊരു സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. റെനോയുടെ പുതിയ ലോഗോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്പോക്കുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഗൂഗിൾ മാപ്സ് ഒക്കെ നമുക്ക് ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഡോർ മൗണ്ട്സിലേക്ക് വരുന്ന സമയത്ത് നിരവധി സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടെയിൽ ഗേറ്റിൻ്റെ ബട്ടണും ഓട്ടോ പാർക്കിൻ്റെയും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു വലിയ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. വളരെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ ഗൂഗിൾ മാപ്സ് ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ഈ Gmail അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം തന്നെ ഇതിൽ ക്യാരി ഫോർവേഡ് ആവും. അതായത് നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻസും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ ക്യാരി ഫോർവേഡ് ആകുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ ഒരു രീതി കൊടുത്തിരിക്കുന്നത്. ആൻഡ് നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഒരു ഹൈ ഡെഫിനിഷൻ 3D ക്യാമറയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത്. ആൻഡ് നമുക്കൊരു കംപ്ലീറ്റ്ലി പുതിയൊരു സെൻട്രൽ കൺസോൾ വരുന്നുണ്ട്. ക്ലീൻ എയറിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് ചാർജിങ് പോർട്സ്, വയർലെസ് ചാർജിങ് പാഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് ഗിയർ മൗണ്ട്സ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ആൻഡ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ സെൻട്രൽ ആംബ്രസ്റ്റ് നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഡാഷ്ബോർഡ് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് തന്നെ നീറ്റ്ലി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഡാഷ്ബോർഡ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. പനോരമിക് സൺറൂഫ് നമുക്ക് വരുന്നുണ്ട്. ഓട്ടോ IR/VM നമുക്ക് വരുന്നുണ്ട്. ഈവൻ സീറ്റിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വെന്റിലേറ്റഡ് ഫംഗ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇന്റീരിയറിൽ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്
ആണ് ഏറ്റവും പുതിയ ഡസ്റ്ററിനെ റെനോ അവതരിപ്പിച്ചിരിക്കുന്നത്. റിയർ സീറ്റിലെ കംഫർട്ട് നോക്കുന്ന സമയത്ത് 3 പേർക്ക് ഡെഡിക്കേറ്റഡ് ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്, നടുവിൽ നമുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്, ഈവൻ കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ ഫോൺ ഹോൾഡേഴ്സും വരുന്നുണ്ട്. 3 പേർക്ക് വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു സെൻട്രൽ ടണൽ ഉണ്ട്, എങ്കിൽ പോലും 3 പേർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എക്സ്റ്റൻഡ് ഒരു അണ്ടർ സപ്പോർട്ടിൻ്റെ എലമെന്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല ലെഗ് റൂം വരുന്നുണ്ട്, നല്ല ഹെഡ് റൂം വരുന്നുണ്ട്, ആൻഡ് AC വെൻസും ചാർജിങ് പോർട്സും വരുന്നുണ്ട്. സോ ഓവറോൾ റിയർ സീറ്റ് കംഫർട്ട് നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല ഒരു റിയർ സീറ്റ് കംഫർട്ട് ഈ ഒരു വാഹനത്തിൽ റെനോ ഓഫർ ചെയ്യുന്നുണ്ട്. സോ ഏറ്റവും പുതിയ ഡസ്റ്ററിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പുതിയൊരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട്. സോ റെനോ ക്ലെയിം ചെയ്യുന്നത് 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടും എന്നുള്ളതാണ്. ഒരു ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ ഒരു 90% ലോക്കലൈസേഷൻ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല, ഒരു പക്ഷേ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങിലേക്ക് റെനോ ഡസ്റ്ററിനെ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഡസ്റ്ററിലെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3 എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട്. ഒരു ടർബോ എഞ്ചിൻ വരുന്നുണ്ട്, 163 bhp പവറും 280 എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് സെഗ്മെന്റിൽ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണെന്നാണ് റെനോ ക്ലെയിം ചെയ്യുന്നത്. 6 സ്പീഡ് DCT ട്രാൻസ്മിഷനാണ് ഈ ഒരു ടർബോ എഞ്ചിനിൽ നമുക്ക് ലഭിക്കുന്നത്. കൂടാതെ 1.8 ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. 1.7 kWh ഒരു ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് അഗെയിൻ റെനോ ക്ലെയിം ചെയ്യുന്നത് 80% സിറ്റി ഡ്രൈവിൽ EV മോഡിൽ നമുക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു സെഗ്മെന്റ് മിഡ് സൈസ് SUV സെഗ്മെന്റ് നോക്കുന്ന സമയത്ത് ഈ ഹൈബ്രിഡ് ഓഫർ ചെയ്യുന്ന 2 വാഹനങ്ങൾ നമുക്കിപ്പോൾ നിലവിലുള്ളൂ. ഒന്ന് ഗ്രാൻഡ് വിറ്റാരയും പിന്നുള്ളത് ഹൈറൈഡറുമാണ്. ആൻഡ് മൂന്നാമത്തെ ഒരു വാഹനമാണ് ഈ ഒരു ഡസ്റ്റർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സെഗ്മെന്റിലെ ആവശ്യമുള്ള ഒരു ഫീച്ചർ കൂടിയായിരുന്നു ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ആൻഡ് കുറച്ചുകൂടി റേഞ്ച് കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഉള്ള കുറച്ച് കൂടുതലായി EV മോഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വാഹനം ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആകുമെന്നത് 100% ഉറപ്പാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നിലവിൽ അറിയുള്ളൂ. വാഹനത്തിന് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 21,000 ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ടർബോ എഞ്ചിൻ്റെ ഡെലിവറി ഏപ്രിൽ നമുക്ക് ലഭിക്കും. കൂടാതെ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ ഡെലിവറി ദിവാലി വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷത്തിൻ്റെ പകുതിക്ക് ശേഷമായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ കുറച്ച് കൂടുതൽ സ്പെക്കും പ്രൈസിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. തിരിച്ചു വന്ന ഡസ്റ്റർ ഒരു മികച്ചൊരു വാഹനമായിരിക്കുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.